Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. Sunitha Furniture, Tavakara, Kannur since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നയാ പൈസ ബാക്കിയില്ലാത്ത ഖജനാവാണ് പിണറായി ഭരണത്തിന്റെ ബാക്കി പത്രമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മോദി ഭരണത്തെ താഴെയിറക്കാൻ മുഴുവൻ ജനാധിപത്യ ശക്തികളും ഐക്യപ്പെടേണ്ടതുണ്ടെന്നും ചെന്നിത്തല. KGNAയുടെ കണ്ണൂർ കലക്ടറേറ്റ് മാർച്ചിനിടെ M. വിജിൻ MLAയും പോലീസും തമ്മിൽ വാക്കേറ്റം. MLA ഉൾപ്പെടെയുള്ളവരുടെ പേരെഴുതിയെടുക്കാൻ പോലീസ് ശ്രമം. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് MLA. പയ്യന്നൂർ നിർദ്ദിഷ്ട പുതിയ സ്റ്റാൻഡ് നിർമ്മാണത്തിൽ സുപ്രധാന നീക്കവുമായി പയ്യന്നൂർ നഗരസഭ. സ്റ്റാൻഡ് നിർമ്മാണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് നൽകുന്നതിനുള്ള അംഗീകാരത്തിനായി സർക്കാരിനെ സമീപിക്കാൻ തീരുമാനം. പ്രാദേശിക കേബിൾ ചാനലുകൾ നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് മേഖലാ സമ്മേളനം. സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നയാ പൈസ ബാക്കിയില്ലാത്ത ഖജനാവാണ് പിണറായി ഭരണത്തിന്റെ ബാക്കി പത്രമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഭരണഘടനയെ പോലും അപകടത്തിലാക്കുന്ന മോദി ഭരണത്തെ താഴെയിറക്കാൻ മുഴുവൻ ജനാധിപത്യ ശക്തികളും ഐക്യപ്പെടേണ്ടതുണ്ടെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. നയാ പൈസ ബാക്കിയില്ലാത്ത നിലയിൽ ഖജനാവ് കാലിയാക്കിയ ശേഷമാണ് നവകേരള സദസ് എന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടുചുറ്റാനിറങ്ങിയത്. ക്ലിഫ് ഹൗസിൽ ലക്ഷങ്ങൾ മുടക്കി ചാണകക്കുഴിയും ലിഫ്റ്റുമുണ്ടാക്കിയ ഏക മുഖ്യമന്ത്രി പിണറായി ആയിരിക്കുമെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. കാലിയായ ഒരു ഖജനാവുമായിട്ട് പിണറായി ഭരിക്കുകയാണ്. വാചകമണി കേട്ടാൽ തോന്നും അദ്ദേഹത്തിന് രാജ്യം മുഴുവൻ തേനും പാലും ഒഴുക്കുമെന്ന്. ഒരു പൈസ ചെലവാക്കി ഒരു വികസനം നടത്താനുള്ള പണം ഖജനാവിലില്ല. പൂട്ടി, ട്രഷറി ഏതാണ്ട് പൂട്ടി. അവസാനത്തെ പണം അദ്ദേഹത്തിന് ചാണകത്തൊഴുത്തുണ്ടാക്കാൻ 1.5 കോടി കൂടി ചെലവാക്കിയതോടുകൂടി ഇനിയും പണം ട്രഷറിയിൽ ഇല്ലാത്ത അവസ്ഥയാണ്. ഇനി അതുകൂടെ ഉള്ളായിരുന്നു ആവശ്യം. നരേന്ദ്രമോദിയുടെ കീഴിൽ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും അപകടത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ നടന്ന പൊതുയോഗത്തിൽ പിലാക്കൽ അശോകൻ അധ്യക്ഷനായി. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. നേതാക്കളായ M. നാരായണൻകുട്ടി, K. ജയരാജ്, AP നാരായണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, അഡ്വക്കേറ്റ് K. ബ്രിജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KGNAയുടെ കണ്ണൂർ കലക്ടറേറ്റ് മാർച്ചിനിടെ M. വിജിൻ MLAയും പോലീസും തമ്മിൽ വാക്കേറ്റം. മാർച്ചിന്റെ ഉദ്ഘാടനത്തിനിടെ MLA ഉൾപ്പെടെയുള്ളവരുടെ പേരെഴുതിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വാക്കേറ്റത്തിൽ കലാശിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KGMOയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. കലക്ടറേറ്റിലേക്ക് നടന്ന മാർച്ചിൽ ഗേറ്റിന് സമീപം മാർച്ച് തടയാൻ പോലീസ് ഉണ്ടായിരുന്നില്ല. ഇതോടെ സമരക്കാർ കലക്ടറേറ്റ് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. പിന്നീടാണ് വിവരമറിഞ്ഞ് പോലീസ് എത്തുന്നത്. അതിനിടെ M. വിജിൻ MLA ഉദ്ഘാടന പ്രസംഗം ആരംഭിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞതോടെ വനിതാ പോലീസ് ഓഫീസറെത്തി MLA ഉൾപ്പെടെ ഉള്ളവരോട് പേര് ചോദിച്ച് എഴുതാൻ തുടങ്ങിയതോടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. SI പറഞ്ഞിട്ടാണ് പേരെഴുതുന്നതെന്ന് വനിതാ ഓഫീസറും അറിയിച്ചു. തുടർന്ന് ടൗൺ SIയുമായി MLA വാക്കേറ്റത്തിലേർപ്പെട്ടു. നമ്മുടെ ഗവൺമെന്റിന് മോശം ഉണ്ടാക്കുന്ന നിങ്ങളെ പോലെ പോലീസുകാരാണ്.
അതുപോലെ തന്നെ പദ്ധതി ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല നമുക്കറിയാം. അതുപോലെ തന്നെ ജീവനക്കാരുടെ സംബന്ധിച്ച് നമുക്കറിയാം കൃത്യമായിട്ട് പറഞ്ഞ 2019 തൊട്ട് ഇങ്ങോട്ട് കലക്ട്രേറ്റിലെ ഗേറ്റിൽ പോലീസ് ഇല്ലാത്തതുകൊണ്ടാണ് സമരക്കാർ അകത്തേക്ക് പ്രവേശിച്ചതെന്നും സുരക്ഷ ഒരുക്കാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്നും MLA പറഞ്ഞു. ആദ്യം നമ്മൾ മാറാന്ന് പറഞ്ഞാൽ ഇയാളാരാ സുരേഷ് ഗോപി സ്റ്റൈലിൽ കാണിക്കുന്നത്? ഇയാളൊക്കെ എഴുതായത് പോലീസിന് അപമാനമാക്കല്ലെന്ന് പറഞ്ഞു. ഇത് കേരളത്തിലെ പോലീസാ, പിണറായി വിജയന്റെ പോലീസാ. ഇയാളെ പോലെയാണല്ലോ മോശം ഉണ്ടാക്കുന്നത്. ഇവിടുന്ന് മാറാന്ന് പറഞ്ഞല്ലേ ഇയാൾ സ്റ്റൈലിൽ വല്ല കാണിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കറിയാമേ നമ്മൾ എത്ര സമരത്തിൽ ഇവർക്കറിയില്ല. ഇവരെ നിങ്ങൾ ഗേറ്റ് എന്ത് ചെയ്യണം? പോലീസ് രണ്ടാളാണെന്ന പ്രശ്നം തീർന്നില്ല. നിങ്ങൾ എവിടെ പോയി? പത്രത്തിന് ഔട്ട് ചെയ്തല്ലേ ഈ കലക്ട്രേറ്റിലേക്ക് മാർച്ച്? എവിടെ പോയി പോലീസ്? നിങ്ങൾ ഇന്റലിജൻസ് എവിടെ? നിങ്ങൾ അവിടെ ഗേറ്റിൽ നിന്നിട്ട് കയറ്റാൻ പറ്റില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ ഇവരാണ് നിൽക്കില്ലേ? ഇതെന്താ സമരം തല്ലുകൂടാൻ വന്നതാ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് കേരളത്തിൽ ഇന്നത്തെ എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നല്ലോ ഈ KJNയുടെ സമരം നടക്കുന്നുണ്ടെന്ന് ഇല്ലേ? ഔട്ട് ചെയ്തില്ലേ? നിങ്ങളെന്താ ഡ്യൂട്ടി എടുക്കാൻ വരാനില്ല? ഗേറ്റ് 11 മണിക്ക് വന്ന സമയം 11:20 അകത്ത് കയറുന്നത്. നിങ്ങളെന്താ ആ ഒരു 10:45 വന്ന് ഒരു പോലീസുകാരനെ ആ ഗേറ്റ് നിർത്താൻ പറ്റായിരുന്നത്? നഴ്സുമാരെ പോലീസ് ഭീഷണിപ്പെടുത്തിയതായും SIയുടെ ഭാഗത്തു നിന്നുണ്ടായ മോശം സമീപനമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും MLA പറഞ്ഞു. സമരം നേരെ കളക്ട്രേറ്റ് ഗേറ്റിനകത്തേക്ക് കയറി. ഞാൻ അതിനകത്തേക്ക് പോകുമ്പോൾ തന്നെ അവിടെയുള്ള മാധ്യമ സുഹൃത്തുക്കളൊക്കെ നിൽക്കുന്നുണ്ട്. അവരോട് പറയുന്നത് പുറത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ സമരം ഉദ്ഘാടനം ചെയ്തതായിരിക്കും നല്ലതെന്ന അഭിപ്രായം ഞാൻ പറഞ്ഞ ആളാണ്. പക്ഷേ അവിടെ ഉണ്ടായ SIയുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായി. കേസെടുക്കുന്ന ഉൾപ്പെടെയുള്ള വളരെ ഭീഷണിയോടുകൂടിയുള്ള ഒരു സംസാരവും അതോടൊപ്പം അങ്ങേയറ്റം അപമാനിക്കുന്ന ഒരു ഇടപെടലുണ്ട്. ജനപ്രതി എന്ന നിലയിലല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു അപമാനം ഉണ്ടായപ്പോഴാണ് അവിടെ ആ രീതിയിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിലുള്ള ഒരു ശബ്ദമുയർത്തിയിട്ടുള്ള ഒരു സംസാരം ഉണ്ടായത്. SI വളരെ പ്രകോപനപരമായിട്ട് പല ഘട്ടങ്ങളിൽ ഇടപെട്ടു. അവസാനമാണ് കുറച്ച് കയർത്ത് സംസാരിക്കേണ്ടി വന്നത്. അദ്ദേഹത്തോട് വളരെ മോശമായി. കാരണം ഇത് വളരെ സമാധാനപൂർവ്വം അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമായിരുന്നു. എന്തുകൊണ്ട് ഗേറ്റിനകത്തേക്ക് സമരം കയറി? ആരുടെ ഉത്തരവാദിത്തമാണ്? SI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ പ്രശ്നമാണ്. എന്തുകൊണ്ട് നേരത്തെ തീരുമാനിച്ച ഒരു സമരത്തിന് ആ ഗേറ്റിന് മുന്നിൽ ഒരു പോലീസുകാരെ പോലും നിർത്തിയില്ല? അകത്തേക്ക് കയറിക്കൂടാകുന്ന ഈ നഴ്സിംഗ് മേഖലയിൽ പണിയെടുക്കുക അവർക്കറിയില്ല. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ നിർദ്ദിഷ്ട പുതിയ സ്റ്റാൻഡ് നിർമ്മാണത്തിൽ സുപ്രധാന നീക്കവുമായി പയ്യന്നൂർ നഗരസഭ. സ്റ്റാൻഡ് നിർമ്മാണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് നൽകുന്നതിനുള്ള അംഗീകാരത്തിനായി സർക്കാരിനെ സമീപിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. ഈ ഭരണസമിതിയുടെ കാലാവധിക്കകം പുതിയ സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ചെയർപേഴ്സൺ KV ലളിത അറിയിച്ചു. പയ്യന്നൂരിന്റെ അഭിമാന പദ്ധതിയായ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം വിവിധ കാരണങ്ങളാൽ അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. പുതിയ സ്റ്റാൻഡ് നിർമ്മാണത്തിന് 2014 അന്നത്തെ മന്ത്രി മഞ്ഞളാംകുഴി അലിയാണ് തറക്കല്ലിട്ടത്. ആദ്യഘട്ട നിർമ്മാണം 2 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ പ്ലാറ്റ്ഫോം, മേൽക്കൂര, ഇവിടേക്കുള്ള റോഡ് എന്നിവയുടെ നിർമ്മാണം മാത്രമാണ് പൂർത്തീകരിച്ചത്. ഫണ്ടിന്റെ അഭാവം തന്നെയാണ് നിർമ്മാണം തുടരാൻ നഗരസഭയ്ക്ക് തടസ്സമായത്. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി 3.50 കോടി രൂപ ഹഡ്കോയിൽ നിന്ന് വായ്പയെടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ അടങ്കൽ പുതുക്കിയതോടെ ഇത് 4.90 വർദ്ധിച്ചു. പെരുമ്പ ഷോപ്പിംഗ് കോംപ്ലക്സ് ഈടായി നൽകി ഹഡ്കോയിൽ നിന്ന് വായ്പയെടുക്കാനാണ് നഗരസഭയുടെ നീക്കം. ഇതിൻ്റെ നടപടികൾ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കെയാണ് സ്റ്റാൻഡ് നിർമ്മാണത്തിൽ നഗരസഭ പുതിയ നീക്കം നടത്തുന്നത്. നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഏൽപ്പിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. പ്രവൃത്തി 1 കോടി രൂപയ്ക്ക് മുകളിലായതിനാൽ നഗരസഭയുടെ തീരുമാനത്തിന് സർക്കാർ അംഗീകാരം ആവശ്യമാണ്. അതിനാൽ നഗരസഭയുടെ തീരുമാനത്തിന് സർക്കാർ അംഗീകാരത്തിനായി സമർപ്പിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാനും ഈ ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുകയുമാണ് ലക്ഷ്യമെന്ന് ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. നിർമ്മാണം സംബന്ധിച്ച കരാറിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്ന് പ്രതിപക്ഷ കക്ഷി അംഗങ്ങളും ആവശ്യപ്പെട്ടു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് സംബന്ധിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഇന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്.
പുതിയ സ്റ്റാൻഡ് യാർഡിൻ്റെ നിർമ്മാണം ഊരാളുങ്കൽ കോപ്പറേറ്റീവ് ലേബർ സൊസൈറ്റിയെ ഏൽപ്പിക്കുന്നത് ബന്ധപ്പെട്ട ഒരു അജണ്ടയാണ് കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തത്. ഈ ലേബർ ഊരാളുങ്കലിനെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്കുന്നതിനുള്ള അംഗീകാരം സംസ്ഥാന സർക്കാരിൽ നിന്ന് വാങ്ങേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംബന്ധിച്ച ഒരു അംഗീകാരത്തിനായി സർക്കാരിനെ സമീപിക്കാനും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. തീർച്ചയായും സർക്കാർ അംഗീകാരം ഉണ്ടാകുമെന്ന കാര്യത്തെ വലിയ തർക്കമില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് സംബന്ധിച്ച നിർമ്മാണത്തെക്കുറിച്ചുള്ള ഇതുവരെയുള്ള ആശങ്കകൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. ഊരാളുങ്കൽ ഏറ്റെടുക്കുന്നതോടുകൂടി പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് എത്രയും വേഗത്തിൽ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്. പുതിയ സ്റ്റാൻഡ് നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഏൽപ്പിക്കാനുള്ള നഗരസഭയുടെ നീക്കത്തിൽ കൗൺസിൽ യോഗത്തിൽ ബഹളം. കരാറിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ കൗൺസിലിന്റെ ഐക്യകണ്ഠേനയുള്ള അംഗീകാരമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതേ നിലയിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നേരിട്ട് ടെൻഡർ കൊടുത്തിട്ടുള്ള അനുഭവവും നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയെല്ലാം ചെയ്യുന്നത് ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതി വാങ്ങി ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് നമുക്കും ഈ രീതിയിൽ ചെയ്താൽ സമയബന്ധിതമായിട്ട് ഈ കൗൺസിലിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഈ പുതിയ ബസ് സ്റ്റാൻഡ് എന്നുള്ളത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അതിന് എല്ലാ കൗൺസിലർമാരും ഈ ഒരു തീരുമാനത്തോട് യോജിച്ചുകൊണ്ട് ഈ കൗൺസിലിന്റെ ഈ ഭരണസമിതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ള നമ്മുടെ ലക്ഷ്യത്തെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത്. പയ്യന്നൂർ പുതിയ സ്റ്റാൻഡ് നിർമ്മാണം ഊരാളുങ്കലിനെ ഏൽപ്പിക്കാനുള്ള നഗരസഭയുടെ നീക്കമാണ് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷാംഗങ്ങളുടെ വാക്കേറ്റത്തിന് കാരണമായത്. നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ഒപ്പം നിലവിലെ കൗൺസിലിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കാനും നിർമ്മാണം ഊരാളുങ്കലിനെ ഏൽപ്പിക്കുന്നതാണ് നല്ലതെന്ന് ചെയർപേഴ്സൺ കെ വി ലളിത ആമുഖമായി പറഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ പൊതു ടെൻഡർ വിളിക്കുന്നതാണ് നല്ലതെന്നും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നിരവധിയായ മറ്റ് കരാർ കമ്പനികൾ ഉണ്ടെന്നും ഊരാളുങ്കലിനെ ഏൽപ്പിക്കാനുള്ള നീക്കം പുനഃപരിശോധിക്കണമെന്നും പ്രതിപക്ഷ കക്ഷി നേതാവ് കെ ഫൽഗുനൻ പറഞ്ഞു. ചെയർപേഴ്സന്റെ നിലപാട് തന്നെ തുടർന്ന് സംസാരിച്ച വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ സ്വീകരിച്ചു. എന്നാൽ ഈ കൗൺസിലിൻ്റെ കാലാവധിക്കകം പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതില്ലെന്ന നിലപാടാണോ പ്രതിപക്ഷത്തിനെന്നും പി വി കുഞ്ഞപ്പൻ ചോദിച്ചു. ഇക്കാര്യത്തിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്ന് കൗൺസിലർ എ രൂപേഷ് ആവശ്യപ്പെട്ടു. എന്നാൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് സംസ്ഥാന തലത്തിൽ അംഗീകാരം നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന് എം ആനന്ദനും UDFന്റെ കണ്ണൂർ കോർപ്പറേഷനിൽ നിർമ്മാണ പ്രവൃത്തി ഊരാളുങ്കലിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് സുഭാഷും അറിയിച്ചു. പല തദ്ദേശ സ്ഥാപനങ്ങളും സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ പയ്യന്നൂർ നഗരസഭയും സ്വീകരിച്ചതെന്നും കൗൺസിലിൻ്റെ ഐക്യകണ്ഠേനയുള്ള അംഗീകാരമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. MP നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ അനുവദിച്ച മിനിമാസ് ലൈറ്റ് സംബന്ധിച്ചും കൗൺസിലിൽ ചർച്ച നടന്നു. ലൈറ്റ് മാത്രമാണ് MP അനുവദിക്കുന്നതെന്നും മറ്റൊന്നിനും ഫണ്ട് അനുവദിക്കുന്നില്ലെന്നും PV കുഞ്ഞപ്പൻ പറഞ്ഞു. SC ഫണ്ട് അനുവദിച്ച് ശ്മശാനം അനുവദിച്ചതായി A രൂപേഷ് പറഞ്ഞു. പൊതുവിഭാഗത്തിൽ ₹1 പോലും നഗരസഭയ്ക്ക് അനുവദിച്ചിട്ടില്ലെന്നും SC ഫണ്ട് ചിലവാകാത്ത ഘട്ടത്തിലാണ് ശ്മശാനത്തിന് തുക അനുവദിച്ചതെന്നും ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രാദേശിക കേബിൾ ചാനലുകൾ നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് മേഖലാ സമ്മേളനം. പയ്യന്നൂർ COA ഭവനിൽ നടന്ന സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക കേബിൾ ചാനലുകൾ നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പയ്യന്നൂർ COA ഭവനിൽ നടന്ന സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലിനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ജീവിതമാർഗത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുക്കുന്ന കമ്പനി അല്ലെങ്കിൽ അതിനെ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടന അതിലംഗമാണ് എന്നുള്ളത് തന്നെ ഒരുപക്ഷെ നമുക്ക് ചുറ്റുമുള്ള മറ്റ് വ്യാപാര സംഘടനകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സംഘടനയായി നമുക്കതിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന അംഗങ്ങളുണ്ട്. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K വിജയകൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി, ജില്ലാ സെക്രട്ടറി MR രജീഷ്, ജില്ലാ പ്രസിഡന്റ് V ജയകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K സജീവ് കുമാർ, P ശശികുമാർ, C സുരേന്ദ്രൻ, NK ദിനേശൻ, ജില്ലാ ട്രഷറർ AV ശശികുമാർ, KO പ്രശാന്ത്, VV മനോജ് കുമാർ, പ്രദീപൻ, വിനയകുമാർ എന്നിവർ സംസാരിച്ചു. മേഖലാ പ്രസിഡന്റ് PP പ്രസാദ് അധ്യക്ഷനായി. സംഘാടക സമിതി കൺവീനർ MV ദീപു സ്വാഗതം പറഞ്ഞു. മേഖലാ സെക്രട്ടറി KV രാജൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഉമേഷ് കുമാർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു.
പുതിയ ഭാരവാഹികളിൽ KV രാജനെ സെക്രട്ടറിയായും PP പ്രസാദിനെ പ്രസിഡന്റായും PK ഉമേഷ് കുമാറിനെ ട്രഷററായും VA കലേഷിനെ വൈസ് പ്രസിഡന്റായും K ജയകൃഷ്ണനെ ജോയിന്റ് സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു. കേബിൾ TV, ഇന്റർനെറ്റ് മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് പെൻഷൻ ആനുകൂല്യം ഉൾപ്പെടെയുള്ളവ അനുവദിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മേഖലാ പ്രസിഡന്റ് PP പ്രസാദ് പതാക ഉയർത്തിയതോടെയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് മേഖലാ സമ്മേളനത്തിന് തുടക്കമായത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാലിന്യ സംസ്കരണ സംവിധാനത്തിൽ അപാകത. പെരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിന് 20,000 രൂപ പിഴ. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് പരിശോധന നടത്തി പിഴയിട്ടത്. ശുചിത്വ മാലിന്യ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ നടത്തിയ പരിശോധനയിൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോംപ്ലക്സിൽ മാലിന്യ സംസ്കരണത്തിൽ അപാകതകൾ കണ്ടെത്തി. മാലിന്യം വേർതിരിക്കാതെ കൂട്ടിയിട്ടതായും അശാസ്ത്രീയമായി കൈകാര്യം ചെയ്തതായും പരിശോധനയിൽ കണ്ടെത്തി. പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ മാലിന്യം തുറസായ സ്ഥലത്തേക്ക് ഒഴുക്കിവിട്ടതായും ജില്ലാ സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിന് 20,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ PP അഷ്റഫ്, സ്ക്വാഡംഗം നിതിൻ വത്സലൻ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ P ഷീബ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സദസ്സ് M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാം ആവേശത്തോടുകൂടി കാത്തിരിക്കുന്നത് ഇന്ന് ഇവിടെ നടക്കുന്ന മെഗാ തിരുവാതിര കാണാൻ. പുരുഷാധിപത്യ സമൂഹത്തിൽ ഒരു വലിയ സന്ദേശം മുച്ചിലോട്ടമ്മയുടെ ഐതിഹ്യം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. കോഴിക്കോട് സർവകലാശാല മുൻ ഫോക്ലോർ വകുപ്പ് മേധാവി ഡോക്ടർ E.K. ഗോവിന്ദവർമ്മ രാജ മുഖ്യപ്രഭാഷണം നടത്തി. 9 വട്ടത്തിൽ ഗുരുതി കലക്കി വളരെ വെളിപാടൊക്കെ വന്നുകൊണ്ടുള്ള വല്ലാത്തൊരു പ്രകമ്പനം സൃഷ്ടിക്കുന്ന ഗുരുതി. കൂവക്കാട് എന്നാൽ മലപ്പാലിൻ്റെ ഫലമാണ്. കോക്കാട് എന്നാണ് നമ്മൾ അറിയുന്നത് ഇപ്പോൾ, പക്ഷെ അത് കൂവക്കാടാണ്. കൂവ എന്ന് പറഞ്ഞാൽ മുലപ്പാലിന് സമാനമായ അമ്മയുടെ പാല് പോലെയാണ്, അതാണ് കോക്കാട് എന്ന് പറയുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ഗോവിന്ദൻ ചടങ്ങിൽ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് P. സന്തോഷ്, അഡ്വക്കേറ്റ് D.K. ഗോപിനാഥ്, M. രാമകൃഷ്ണൻ, K. T. സഹദുള്ള, പനക്കീൽ ബാലകൃഷ്ണൻ, OK. ശശി, K. ചന്ദ്രൻ, A. V. ശശി, ഷജിത്ത് കാട്ടൂർ, PV. പത്മനാഭൻ, BP. പ്രമോദ്, PP. ജനാർദ്ദനൻ, K. ശശിമാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മെഗാ തിരുവാതിര ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഗ്രാമകം മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിനുള്ള ചെറുതാഴം, ഏഴോം, മാടായി, മാട്ടൂൽ പഞ്ചായത്തുകളിലെ RP മാർക്കുള്ള പരിശീലനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക വികസനത്തിനും ആവശ്യമായ പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഗ്രാമകം മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിനുള്ള ചെറുതാഴം, ഏഴോം, മാടായി, മാട്ടൂൽ പഞ്ചായത്തുകളിലെ RP മാർക്കുള്ള പരിശീലനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. ജില്ലാതല RP-മാരായ PV ഗായത്രി ദേവി, C. വിനോദ്, K. വിദ്യ എന്നിവർ ക്ലാസ് കൈകാര്യം ചെയ്തു. അയൽക്കൂട്ട അംഗങ്ങളിൽ നിന്ന് ആവശ്യങ്ങളുടെ സൂക്ഷ്മ വിവരങ്ങൾ ശേഖരിച്ച വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ക്രോഡീകരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് സമർപ്പിക്കുകയും പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹ്യ വികസനത്തിനും ആവശ്യമായ പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. SC/ST ഉള്ള ആ ഒരു പഞ്ചായത്തിന് മാത്രം പഞ്ചായത്തിലെ ഒരു വ്യക്തിയുടെ അടുത്ത് അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ആ STന്റെ ബാക്കി 2, 3 വരുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി രൂപീകരണ വികസന സെമിനാർ കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ T. ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ കരട് പദ്ധതി രേഖയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിനു വേണ്ടിയുള്ള വികസന സെമിനാർ കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ T. ഗംഗാധരൻ മാസ്റ്റർ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു.
ചെയ്ത കാര്യങ്ങൾ, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യുക എന്നുള്ളത് ജനാധിപത്യ സമൂഹത്തിൽ നടക്കേണ്ട കാര്യമാണ്. ആ നിലയിലാണ് നമ്മളതിനെ കാണുന്നത്. വികസന ചർച്ച ആരും നടത്തിയാലും നമ്മളതിനെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കണം, അതിനെ വിശകലനം ചെയ്യണം, നിലപാടുകൾ എടുക്കണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുകയും വേണം. ഇതൊരു ജനാധിപത്യ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ശ്യാമള കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K ശൈലജ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P പങ്കജാക്ഷി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പുളിങ്ങോം ഫെസ്റ്റിന്റെ കാൽനാട്ട് കർമ്മം ഫെസ്റ്റ് നഗരിയിൽ നടന്നു. ശില്പി ഉണ്ണീക്കാനായി ഉദ്ഘാടനം നിർവഹിച്ചു. ജനുവരി 10 മുതൽ 26 വരെ നടക്കുന്ന പുളിങ്ങോം ഫെസ്റ്റിന്റെ കാൽനാട്ടുകർമ്മം നഗരിയിൽ നടന്നു. ശില്പി ഉണ്ണീക്കാനായി കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. വാർഡ് മെമ്പർ CBM തോമസ് അധ്യക്ഷത വഹിച്ചു. സിനിമാ സംവിധായകൻ മനോജ് കാന ദീപം തെളിയിച്ചു. ഫെസ്റ്റ് ചെയർമാൻ P രാമചന്ദ്രൻ, കൺവീനർ അഭിലാഷ് കരിച്ചേരി, ട്രഷറർ CM രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം KD പ്രവീൺ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം കൈമാറി. ധനസഹായ വിതരണം സന്നദ്ധ പ്രവർത്തകൻ രമേശൻ ഹരിത ഉദ്ഘാടനം ചെയ്തു. എരമം കടേക്കരയിലെ ഭിന്നശേഷിക്കാരായ അനീഷ്, ഫാസില എന്നിവർക്കാണ് ചികിത്സാ സഹായം നൽകിയത്. ധനസഹായ വിതരണം സന്നദ്ധ പ്രവർത്തകൻ രമേശൻ ഹരിത ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പറഞ്ഞു, നമ്മുടെ ഭിന്നശേഷിക്കാരെ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് മാതമംഗലം കൂട്ടായ്മ ഒരുപാട് പേർക്ക് KV മനീഷ് അധ്യക്ഷത വഹിച്ചു. CV അഭിലാഷ്, രാജൻ കുന്നുമ്മൽ, M കുഞ്ഞിരാമൻ, തമ്പാൻ കാനായി, TV അഭിലാഷ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഏഴോം ഫെസ്റ്റിന്റെ ഭാഗമായി അതുൽ നറുകരയും സംഘവും അവതരിപ്പിച്ച സംഗീത വിരുന്ന് ശ്രദ്ധേയമായി. പാലാപ്പള്ളി എന്ന പാട്ടിലൂടെ ശ്രദ്ധേയനായ അതുൽ നറുകരയോടൊപ്പം ആടിയും പാടിയും കാണികളൊപ്പം ചേർന്നു. നാടൻപാട്ട് കലാകാരനായ അതുൽ നറുകരയെ നേരിട്ടു കാണാൻ ആയിരങ്ങളാണ് ഏഴോം ഫെസ്റ്റിൽ എത്തിച്ചേർന്നത്. പയ്യന്നൂർ SS ഓർക്കസ്ട്രയാണ് പിന്നണി ഒരുക്കിയത്. ഡിസംബർ 20 തുടങ്ങിയ ഏഴോം ഫെസ്റ്റ് ജനുവരി 7 സമാപിക്കും. ഫെസ്റ്റിന്റെ ഭാഗമായി ദിവസേന വിവിധ കലാപരിപാടികൾ നടന്നുവരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷവും മെമ്പർമാർക്കുള്ള കേക്ക് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. പിലാത്തറയിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷവും മെമ്പർമാർക്കുള്ള കേക്ക് വിതരണവും അനുമോദനവും നടന്നു. മുതിർന്ന മെമ്പർമാരായ കുഞ്ഞിരാമൻ, പ്രഭാകരൻ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് പുതുവത്സരാഘോഷത്തിന് തുടക്കം കുറിച്ചു. ജില്ലാ ട്രഷററായി തിരഞ്ഞെടുത്ത വിദിലേഷ് അനുരാഗിനെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് മെമ്പർമാർക്കുള്ള കേക്ക് വിതരണവും നടന്നു. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് നിതീഷ് കല്ലിങ്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ വിദിലേഷ് അനുരാഗ്, മേഖലാ പ്രസിഡന്റ് മനോജ് കാർത്തിക, സെക്രട്ടറി രഞ്ജിത്ത് കുമാർ, ജില്ലാ സ്വാശ്രയ സംഘം കോർഡിനേറ്റർ PV വിനോദ്, മേഖലാ ട്രഷറർ C വിനോദ്, മേഖലാ വൈസ് പ്രസിഡന്റ് അനീഷ് കുമാർ, ഷനോജ് മേലേടത്ത്, PRO KT ഭരതൻ, പ്രേം ഐസക്, ജിൻസ് TM, രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം. നയാ പൈസ ബാക്കിയില്ലാത്ത ഖജനാവാണ് പിണറായി ഭരണത്തിന്റെ ബാക്കി പത്രമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മോദി ഭരണത്തെ താഴെയിറക്കാൻ മുഴുവൻ ജനാധിപത്യ ശക്തികളും ഐക്യപ്പെടേണ്ടതുണ്ടെന്നും ചെന്നിത്തല. KGNAയുടെ കണ്ണൂർ കലക്ടറേറ്റ് മാർച്ചിനിടെ M വിജിൻ MLAയും പോലീസും തമ്മിൽ വാക്കേറ്റം. MLA ഉൾപ്പെടെയുള്ളവരുടെ പേരെഴുതിയെടുക്കാൻ പോലീസ് ശ്രമം. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് MLA. പയ്യന്നൂർ നിർദ്ദിഷ്ട പുതിയ സ്റ്റാൻഡ് നിർമ്മാണത്തിൽ സുപ്രധാന നീക്കവുമായി പയ്യന്നൂർ നഗരസഭ.
സ്റ്റാൻഡ് നിർമ്മാണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് നൽകുന്നതിനുള്ള അംഗീകാരത്തിനായി സർക്കാരിനെ സമീപിക്കാൻ തീരുമാനം. പ്രാദേശിക കേബിൾ ചാനലുകൾ നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് മേഖലാ സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.